വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൻ്റെ റൈറ്റർ മാറിയതിനെക്കുറിച്ചും ഇനിയിപ്പോൾ മുളകിൽ സീരിയസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ വരുമോ എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിൻ്റെ റൈറ്റർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ബാസിയണ്ണൻ പോയിട്ട് ഇപ്പോൾ പഴയ റൈറ്ററായ ജാക്കി എസ് കുമാർ ചേട്ടൻ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോഴുള്ള കുറേ പേർക്കുള്ള ഡൗട്ടും അവർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചതെന്താണെന്ന് വെച്ചാൽ ഇനി പഴയ പോലെ സീസൺ 2 പോലെ സീരിയസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ, അതായത് കൊലപാതകവും പ്രേതബാധയും അങ്ങനെ ഒരു സീരിയൽ ഒരു അധോലോകമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ ഇനി വരുമോ എന്ന രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവുമായിട്ടും പിന്നെ സിദ്ധു എന്നൊരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരുമോ എന്നതിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ റൈറ്റർ മാറിയതിന് ശേഷം ഉള്ള ചോദ്യമാണ് ഇനി സീസൺ 2 പോലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ വരുമോ എന്ന രീതിക്ക്. സീസൺ 2 അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ വരാൻ കാരണം റൈറ്റേഴ്സ് അല്ലാതെ ചാനലിൻ്റെ ഡിസിഷനായിരുന്നു, TRPക്ക് വേണ്ടി ചെയ്തതാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. മാത്രമല്ല അതിൽ ഡയറക്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരുന്നു. അതുമൂലമാണ് മുടിയനൊക്കെ ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ റൈറ്ററിനെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മുകളിൽ വീണ്ടും പഴയതുപോലെ ആ ഒരു അധോലോകവും ആ ഒരു സീരിയസ് ആയിട്ടുള്ള മരണമുള്ള എപ്പിസോഡുകളൊന്നും വരണമെന്നില്ല. ഇൻഫാക്റ്റ് ഉപ്പുമുളകും ആ ഒരു സമയത്ത് പെട്ടെന്ന് സീരിയലിൽ നിന്ന് സിറ്റ്കോമിലേക്ക് ആക്കുമുണ്ടായിരുന്ന റൈറ്റർ തന്നെയാണ് ജാക്കി എസ് കുമാർ ചേട്ടൻ. അപ്പോൾ സിറ്റ്കോം ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് എഴുതാൻ പറ്റുന്ന ഒരു റൈറ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൂപ്പരിൽ നിന്നും നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സിറ്റ്കോം എപ്പിസോഡുകൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു റൈറ്ററെങ്കിലും സിദ്ധു എന്നൊരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരുമോ എന്ന രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓൾമോസ്റ്റ് സീസൺ 2 മുതൽ എല്ലാവരും ചോദിക്കുന്നതാണ് എത്രത്തോളം റൈറ്റേഴ്സ് മാറി, ബാസനും ജാക്കി എസ് കുമാർ അങ്ങനെ നിരവധി റൈറ്റേഴ്സ് മാറിയിട്ടും ഈ ഒരു സിദ്ധു എന്നൊരു കഥാപാത്രത്തെ എന്തുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുവരാത്തത് എന്ന രീതിക്ക് കുറേ പേര് ചോദിക്കുകയുണ്ടായി. ഇത് റൈറ്റേഴ്സിൻ്റെ കുഴപ്പമില്ല, അതൊരു ചാനലിൻ്റെ ഡിസിഷനും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റൈറ്റർ മാറിയതുകൊണ്ട് മാത്രം ഇനിയിപ്പോൾ ഉപ്പുമുളകിലോട്ട് സിദ്ധു എന്നൊരു കഥാപാത്രം തിരിച്ചു വരുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ സിദ്ധു എന്നൊരു കഥാപാത്രം ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരികയുള്ളൂ. ഏതായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം വൈകാതെ തന്നെ സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി ഉണ്ടാകുമെന്നതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.